ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കട്ടൻ വിത്ത് കുട്ടനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോസേജ് കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ്. ഞങ്ങളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോസേജ് കൊണ്ടുള്ള ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ രുചികരമായ ഒരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യമേ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. അതിലേക്ക് നമ്മളൊരു 4-5 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. കുറച്ച് ജീരകം, സാധാ ജീരകമാണ് കേട്ടോ. ഇത് നന്നായി നമുക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ടുള്ളൂ. ഈ പച്ചമുളക് ഞാനിവിടെ ചെറിയ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളിവിടെ ഒരു വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞതാണ്, കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ സവാള. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ. സവാള ചെറുതായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. ഞാൻ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ, മീഡിയം സൈസിലുള്ള. ഇതെല്ലാം കൂടെ നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. 2 മിനിറ്റ് മതിയാവും. 1 സ്പൂണ് കാശ്മീരി ചില്ലിയാണ്, 1/2 ടീസ്പൂണ് മല്ലി ഇട്ടിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് ഞങ്ങൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 1 സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായി മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സോസേജ് ഞാൻ 2 പാക്കറ്റ് എടുത്തിട്ടുള്ളത്, 4 എണ്ണം വീതമുള്ളത് കേട്ടോ. സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ഗ്ലാസ് ബസ്മതി റൈസ് വേവിച്ചെടുത്തതാണ്. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, തൂകി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കും. ഒരു ഫ്ലേവറിന് വേണ്ടി അല്പം ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഈ സോസേജ് ബിരിയാണി അടച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റൈസും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ലഞ്ചാണ് കേട്ടോ. ഞങ്ങൾ 2 പേരും ഉച്ചയ്ക്ക് തട്ടിക്കൂട്ട് ബിരിയാണി സോസേജ് ഉണ്ടല്ലോ. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് മുട്ട വെച്ചും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റൈസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.